Hello, friends. A very good morning. Hope all are you great and safe at home. It's me, Shalu, with you. Today, we're gonna discuss have, has, had, had been. ഓക്കെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഹാവ്, ഹാസ്, ഹാഡ്, ഹാഡ് ബീൻ തുടങ്ങിയ കുറച്ച് പ്രയോഗങ്ങളാണ്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ എക്സാമ്പിൾ ഡയറക്ട്ലി. നമ്മൾ എക്സാമ്പിൾ നോക്കുകയാണ്. ഐ ഹാവ് എ ന്യൂ ബൈസിക്കിൾ. എനിക്ക് ഒരു പുതിയ സൈക്കിൾ ഉണ്ട്. ദേ ഹാവ് 3 ഡോഗ്സ്. അവർക്ക് 3 പട്ടികളുണ്ട്. യു ഹാവ് എ ലവ്ലി വോയിസ്. നിങ്ങൾക്ക് സ്നേഹമസൃണമായ ശബ്ദമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ശബ്ദം അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നതാണ്. വി ഹാവ് എ ടെസ്റ്റ് ടുമോറോ. ഞങ്ങൾക്ക് നാളെ ഒരു പരീക്ഷയുണ്ട്. ഐ ഹാവ് 2 ബ്രദേഴ്സ്. എനിക്ക് 2 സഹോദരങ്ങളുണ്ട്. ദേ ഹാവ് എ മീറ്റിംഗ് അറ്റ് 5 PM. വൈകുന്നേരം 5 മണിക്ക് അവർക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്. യു ഹാവ് എ ലോട്ട് ഓഫ് എനർജി. നിങ്ങൾക്ക് ഒരുപാട് എനർജിയുണ്ട്, ഊർജമുണ്ട്. വി ഹാവ് നോ ടൈം ടു വേസ്റ്റ്. ഞങ്ങൾക്ക് വേസ്റ്റാക്കാൻ സമയം ഇല്ല. ഐ ഹാവ് സം ക്വസ്റ്റ്യൻ. എനിക്ക് ചില ചോദ്യങ്ങളുണ്ട്. ദേ ഹാവ് ഇനഫ് ഫുഡ്. അവർക്ക് വേണ്ടത്ര ഭക്ഷണം ഉണ്ട്. നമ്മൾ ഇതുവരെ ഹാവ് ആണ് പറഞ്ഞത്. ഹാവിൻ്റെ കൂടെ ഐ, യു, ദേ, വി, അതായത് ഞാൻ, നീ, അവർ, ഞങ്ങൾ, ഇത് വരുമ്പം ഇതിൻ്റെ കൂടെ ഹാവും ഹീ, ഷീ, ഇറ്റ്, രാജു, അവൻ, അവൾ, ഇത്, അല്ലെങ്കിൽ രാജു എന്ന് പറഞ്ഞ ഒരു പേര്, അതിൻ്റെ കൂടെയൊക്കെ ഹാസും ആണ് വരിക. ഹാസും ഹാവും ഒരേ അർത്ഥമാണ്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ എക്സാമ്പിൾ. ഷീ ഹാസ് എ ബ്യൂട്ടിഫുൾ സ്മൈൽ. അവൾ മനോഹരമായി ചിരിക്കും, അല്ലെങ്കിൽ അവൾക്ക് മനോഹരമായ ഒരു ചിരിയുണ്ട്. സോറി. ഹി ഹാസ് എ ജോബ് ഇൻ്റർവ്യൂ ടുഡേ. അവന് ഇന്ന് ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. ഇറ്റ് ഹാസ് 4 legs. അതിന് 4 കാലുകളുണ്ട്. മൈ ഫ്രണ്ട് ഹാസ് എ കാർ. എൻ്റെ സുഹൃത്തിന് ഒരു കാറുണ്ട്. ദ ഹൗസ് ഹാസ് എ ഗാർഡൻ. വീട്ടിൽ ഒരു പൂന്തോട്ടമുണ്ട്, അല്ലെങ്കിൽ വീടിന് ഒരു പൂന്തോട്ടം ഉണ്ട്. ഹി ഹാസ് മെനി ഫ്രണ്ട്സ്. അവന് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ട്. ഷീ ഹാസ് എ നൈസ് ഹാൻഡ് റൈറ്റിംഗ്. അവളുടെ കൈയക്ഷരം വളരെ നല്ലതാണ്, അല്ലെങ്കിൽ അവൾക്ക് നല്ല ഒരു കൈയക്ഷരം ഉണ്ട്. സോറി. ദ ക്യാറ്റ് ഹാസ് ഗ്രീൻ ഐസ്. പൂച്ചയ്ക്ക് പച്ച കണ്ണുകൾ ഉണ്ട്, അല്ലെങ്കിൽ പൂച്ചയുടെ കണ്ണുകൾ പച്ചയാണ്. മൈ സിസ്റ്റർ ഹാസ് എ ന്യൂ ഡ്രസ്. എൻ്റെ പെങ്ങൾക്ക് ഒരു പുതിയ വസ്ത്രമുണ്ട്. ദ ഷോപ്പ് ഹാസ് എവ്രിതിങ് വി നീഡ്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കടയ്ക്കുണ്ട്, അല്ലെങ്കിൽ കടയിലുണ്ട്. സോറി. നെക്സ്റ്റ് നമ്മൾ ഹാവിൻ്റെയും ഹാസിൻ്റെയും ഒക്കെ പാസ്റ്റ് ഫോം. നേരത്തെ പറഞ്ഞതുപോലെ ഹാവിനും ഹാസിനും അങ്ങനെ സിംഗുലർ പ്ലൂറൽ അങ്ങനത്തെ ഒരു ഡിഫറൻഷിയേഷനും എന്തില്ല, ഹാഡിനില്ല. ഞാനായാലും നീയായാലും അവനായാലും അവളായാലും ഒക്കെ ഹാഡ് തന്നെയാണ് യൂസ് ചെയ്യുക. ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ എക്സാമ്പിൾ. ഐ ഹാഡ് എ പെറ്റ് റാബിറ്റ് വെൻ ഐ വാസ് എ കിഡ്. ഞാൻ കുട്ടിയായിരുന്ന സമയത്ത് എനിക്ക് താലോലിക്കാൻ ഒരു ചെറിയ മുയലുണ്ടായിരുന്നു. ഷീ ഹാഡ് എ ഫീവർ ലാസ്റ്റ് നൈറ്റ്. ഇന്നലെ രാത്രി അവൾക്ക് പനിയുണ്ടായിരുന്നു. ദേ ഹാഡ് എ ഫൈറ്റ്. അവർ പരസ്പരം തല്ലുകൂടിയിരുന്നു. വി ഹാഡ് നോ ഇലക്ട്രിസിറ്റി. ഞങ്ങൾക്ക് കറണ്ടില്ലായിരുന്നു. ഹി ഹാഡ് എ ലോങ് ഡേ. ഒരുപാട് തിരക്കുള്ള ഒരു ദിവസമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. യു ഹാഡ് മെനി ചാൻസസ്. നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു. ദ ഡോഗ് ഹാഡ് എ കോളർ. പട്ടിയുടെ കഴുത്തിൽ ഒരു വളയം ഉണ്ടായിരുന്നു. ഷീ ഹാഡ് എ ബാഡ് ഡ്രീം. അവൾക്ക് ഒരു ദുസ്വപ്നം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവളൊരു ദുസ്വപ്നം കണ്ടു. ഓക്കെ.
Wait. ഷീ ഹാഡ് എ ബാഡ് ഡ്രീം. അവളൊരു ദുസ്വപ്നം കണ്ടു, അല്ലെങ്കിൽ അവൾക്കൊരു ദുസ്വപ്നം ഉണ്ടായിരുന്നു. ഐ ഹാഡ് എ ഫ്ലാറ്റ് ടയർ. എനിക്ക് പഞ്ചറാവാൻ ആയിട്ടുള്ള ഒരു ടയർ ഉണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ്. ഐ ഹാവ് ബീൻ സ്റ്റഡിങ് ഓൾ ഡേ. ഞാൻ ദിവസം മുഴുവൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴും പഠിക്കുകയാണ്, നേരത്തെ തുടങ്ങിയൊരു സംഗതിയാണ്. ദേ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു. അവർ താങ്കളെ കാത്തിരിക്കുകയാണ്. നേരത്തെ താങ്കളെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ഇപ്പോൾ അവർ കാത്തിരിക്കുകയാണ്. വി ഹാവ് ബീൻ വർക്കിംഗ് ഹാർഡ്. നമ്മൾ കഠിനമായി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. യു ഹാവ് ബീൻ കാളിങ് മീ ഓഫൺ. പലപ്പോഴായിട്ട് നീ എന്നെ വിളിക്കാറുണ്ട്, ഇപ്പോഴും വിളിക്കാറുണ്ട്. ഐ ഹാവ് ബീൻ ഫീലിംഗ് ടയേർഡ് ലേറ്റ്ലി. ഞാൻ ഇടയായിട്ട് വല്ലാതെ ക്ഷീണിതനാണ്, ഇപ്പോഴും ക്ഷീണിതനാണ്. ദേ ഹാവ് ബീൻ ക്ലീനിങ് ദ റൂം. അവർ റൂം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ തുടങ്ങിയിട്ടുണ്ട്, ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വി ഹാവ് ബീൻ തിങ്കിങ് അബൌട്ട് മൂവിങ്. നമ്മൾ മാറുന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. യു ഹാവ് ബീൻ ഹെൽപ്പിംഗ് അലോട്ട്. നീ നമ്മൾ ഒരുപാട് സഹായിക്കാറുണ്ട്, ഇപ്പോഴും സഹായിക്കുന്നുണ്ട്. ഐ ഹാവ് ബീൻ ലേണിംഗ് അറബിക്. ഞാൻ അറബി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നേരത്തെ തുടങ്ങിയതാണ്. ദേ ഹാവ് ബീൻ ബിൽഡിംഗ് എ ബ്രിഡ്ജ്. അവരൊരു പാലം ഉണ്ടാക്കുകയാണ്. ഇനി ഹാസ് വെച്ചിട്ടാണ്. ഷീ ഹാസ് ബീൻ ക്രൈയിങ്. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നേരത്തെ തുടങ്ങി കരയാൻ. ഹി ഹാസ് ബീൻ പ്ലേയിങ് ദ പിയാനോ. അവൻ പിയാനോ വായിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും വായിക്കുന്നുണ്ട്. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് ഫോർ അവേഴ്സ്. മണിക്കൂറുകളോളമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട്. ദ ബോയ് ഹാസ് ബീൻ സ്ലീപ്പിംഗ്. കുട്ടി ഉറങ്ങുകയാണ്, നേരത്തെ ഉറങ്ങാൻ തുടങ്ങിയാണ്, ഇപ്പോഴും കുട്ടി ഉറങ്ങുകയാണ്. മൈ ഫോൺ ഹാസ് ബീൻ റിങ്ങിങ്. ഫോൺ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നേരത്തെ അടിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഷീ ഹാസ് ബീൻ റൈറ്റിംഗ് എ ബുക്ക്. അവളൊരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴത് പൂർത്തിയായിട്ടില്ല. ഹി ഹാസ് ബീൻ ടോക്കിംഗ് നോൺ സ്റ്റോപ്പ്. നിർത്താതെ അവനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, എപ്പോഴോ തുടങ്ങിയിട്ടുണ്ട്. സോറി. ദ ബേബി ഹാസ് ബീൻ ലാഫിങ്. കുട്ടി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്, കുറേ നേരമായി, ഇപ്പോഴും ചിരിക്കുന്നുണ്ട്. ദ മെഷീൻ ഹാസ് ബീൻ വർക്കിംഗ് ഫൈൻ. മെഷീനൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ദ ഡോഗ് ഹാസ് ബീൻ വർക്കിംഗ് ഓൾ നൈറ്റ്. രാത്രിയുടനീളം പട്ടി കുറച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ രാത്രിയും പട്ടി കുറയ്ക്കാറുണ്ട്, ഇപ്പോഴും കുറയ്ക്കുന്നുണ്ട്. അങ്ങനെ രാത്രിയുടനീളം. ഓക്കെ, നെക്സ്റ്റ്. ഐ ഹാഡ് ബീൻ റീഡിങ് ബിഫോർ യു കാൾഡ്. നിങ്ങൾ വിളിക്കുന്നതിന് മുമ്പ് വരെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വിളിക്കുമ്പം പഠിക്കല്ലേ, വിളിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള സമയം അയാൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഇപ്പം അയാൾ പഠിക്കല്ല കേട്ടോ. ദേ ഹാഡ് ബീൻ ആർഗ്യൂയിങ് ഫോർ ഹവേഴ്സ്. മണിക്കൂറുകളോളം അവർ പരസ്പരം തർക്കിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ തർക്കം നേരത്തെ തുടങ്ങിയിട്ടുണ്ട്, പിന്നെ അത് കുറേ നേരം തുടരുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം ആ തർക്കമല്ല, കാരണം കഴിഞ്ഞു പോയൊരു സംഭവം പറയാണ്. ഷീ ഹാഡ് ബീൻ കുക്കിംഗ് സിൻസ് മോർണിംഗ്. രാവിലെ മുതൽ അവൾ പാചകം ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു, ഇപ്പോൾ പാചകം ചെയ്യുന്നില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ കണ്ടിന്യൂസ് ആയി നടന്നൊരു കാര്യം പറയാണ്. ഹി ഹാഡ് ബീൻ പ്രാക്ടീസിങ് ഫോർ വീക്സ്. ആഴ്ചകളോളം അവൻ പ്രാക്ടീസ് ചെയ്യുകയാണ്. വി ഹാഡ് ബീൻ ലിവിങ് ദർ ഫോർ ഇയേഴ്സ്. വർഷങ്ങളായിട്ട് ഞങ്ങൾ അവിടെ ആയിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്, ഇപ്പോൾ അവിടെ താമസിക്കുന്നില്ല. മുമ്പ് അവിടെ വർഷങ്ങളായിട്ട് തുടർച്ചയായി താമസിച്ച കാര്യം പറയാം. യു ഹാഡ് ബീൻ ട്രൈങ് യുവർ ബെസ്റ്റ്. നിൻ്റെ കഴിവിൻ്റെ പരമാവധിയൊക്കെ നീ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ദ ബേബി ഹാഡ് ബീൻ സ്ലീപ്പിംഗ്. കുട്ടി ഉറങ്ങുകയായിരുന്നു. ഇറ്റ് ഹാഡ് ബീൻ റെയിനിങ് ബിഫോർ വി അറൈവ്ഡ്. നമ്മൾ എത്തുന്നതിന് മുമ്പ് തുടർച്ചയായി മഴ പെയ്യുകയായിരുന്നു. ഹി ഹാഡ് ബീൻ ഫീലിംഗ് സിക്ക്. അവന് അസുഖമായിരുന്നു. ദേ ഹാഡ് ബീൻ പ്രിപ്പയറിംഗ് ഫോർ എക്സാം. അവർ പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ ഹാവ് എ ഗുഡ് ഐഡിയ. എനിക്ക് നല്ലൊരു ഐഡിയ ഉണ്ട്. ഷീ ഹാസ് 3 കിഡ്സ്. അവൾക്ക് 3 കുട്ടികളുണ്ട്. ഹി ഹാഡ് എ സ്ട്രേഞ്ച് ഡ്രീം. അവന് വളരെ വിചിത്രമായ ഒരു സ്വപ്നമുണ്ട്. വി ഹാവ് ബീൻ ടു പാരീസ്. ഐ ഹാവ് ബീൻ ടു പാരീസ്. അല്ല, യു ഹാവ് ബീൻ ടു ദുബായ് എന്നൊക്കെ പറഞ്ഞാൽ ഐ ഹാവ് വിസിറ്റഡ് പാരീസ് എന്നാണ് അർത്ഥം. ഞാൻ ദുബായ് സന്ദർശിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ദുബായിൽ പോയിട്ടുണ്ട്. വി ഹാവ് ബീൻ ടു പാരീസ്. ദേ ഹാവ് ബീൻ ബെസ്റ്റ് ഫ്രണ്ട്സ് സിൻസ് ചൈൽഡ്ഹുഡ്. കുട്ടിക്കാലം മുതൽക്കേ അവർ നല്ല സുഹൃത്തുക്കളാണ്, ഇപ്പോഴും നല്ല സുഹൃത്തുക്കളാണ്. ഹാവ് ആയതുകൊണ്ടാട്ടോ, ഹാഡ് ആണെങ്കിൽ ഇപ്പോൾ സുഹൃത്തുക്കളല്ല.
ഹി ഹാസ് ബീൻ വെരി ഹെൽപ്ഫുൾ ലൈറ്റ്ലി. ഈയിടെയായിട്ട് അവൻ ഭയങ്കര പരോപകാരിയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഐ ഹാഡ് എ ചാൻസ് ടു സ്പീക്ക്. എനിക്ക് സംസാരിക്കാനൊരു അവസരം ഉണ്ടായിരുന്നു. ഷി ഹാഡ് ബീൻ ടയേർഡ് ബിഫോർ ദ ട്രിപ്പ്. യാത്രയ്ക്ക് മുമ്പ് അവൾ വല്ലാതെ ക്ഷീണിച്ച് അവശയായിട്ടുണ്ടായിരുന്നു. ദ ട്രെയിൻ ഹാസ് അറൈവ്ഡ്. ട്രെയിൻ എത്തിയിട്ടുണ്ടായിരുന്നു. വി ഹാഡ് എ ബിഗ് ലഞ്ച്. നമ്മൾ നന്നായിട്ട് ഉച്ചഭക്ഷണം കഴിച്ചു. ഓക്കെ, നെക്സ്റ്റ്. ഐ ഹാവ് നെവർ സീൻ സ്നോ. ഞാൻ ഇതുവരെ മഞ്ഞ് കണ്ടിട്ടില്ല. ഹി ഹാസ് ഓൾറെഡി ഈറ്റൺ. അവൻ നേരത്തെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഹാവിൻ്റെ കൂടെ വെർബ് വരും. വെർബിൻ്റെ തേർഡ് ഫോമാണ് വരിക. ഓക്കെ, ഐ ഹാവ് നെവർ സീൻ. ഹി ഹാസ് ഓൾറെഡി ഈറ്റൺ. അവൻ നേരത്തെ കഴിച്ചിട്ടുണ്ട്. ഹാവ്, ഹാസ്, ഹാഡ് ഇതിൻ്റെ കൂടെയൊക്കെ വെർബിൻ്റെ തേർഡ് ഫോമാണ് വീത്തിലാണ് വരിക. ദേ ഹാഡ് ജസ്റ്റ് ലെഫ്റ്റ്. അവർ ജസ്റ്റ് ഇപ്പോൾ പോയിട്ടേ ഉള്ളൂ. അവർ ഇപ്പോൾ പോയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, പാസ്റ്റാണ്. ഷി ഹാസ് ഗോൺ ടു സ്കൂൾ. അവൾ സ്കൂളിൽ പോയിട്ടുണ്ട്. ഹാവ് ഓർ ഹാസ് അതിൻ്റെ കൂടെ V3 വന്നാൽ പോയിട്ടുണ്ട്, കളിച്ചിട്ടുണ്ട്, ഒരു ട്ടുണ്ട് എന്നുള്ള അർത്ഥമാണ് കിട്ടുക. വി ഹാവ് ഫിനിഷ്ഡ് അവർ വർക്ക്. നമ്മൾ നമ്മുടെ ജോലി പൂർത്തിയാക്കിയിട്ടുണ്ട്. ഐ ഹാവ് ബീൻ ലുക്കിംഗ് ഫോർ യു. ഞാൻ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഇപ്പോഴും നിന്നെ നോക്കുകയാണ്. യു ഹാവ് മെയ്ഡ് എ മിസ്റ്റേക്ക്. താങ്കൾ ഒരു തെറ്റ് വരുത്തിയിട്ടുണ്ട്. ഷി ഹാസ് പെയിൻറ്റഡ് ദ വാൾ. അവൾ ചുമരിൽ ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. ഹി ഹാഡ് ഫൊഗോട്ടൺ ഹിസ് വാലറ്റ്. അവൻ അവൻ്റെ പേഴ്സ് മറന്നു പോയിട്ടുണ്ട്. വി ഹാഡ് ഓൾറെഡി സ്റ്റാർട്ടഡ്. ഞങ്ങൾ നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഐ ഹാവ് ലോസ്റ്റ് മൈ കീസ്. എനിക്ക് എൻ്റെ താക്കോൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഷി ഹാസ് വേസ്റ്റഡ് ദ ക്ലോത്ത്സ്. ഷി ഹാസ് വാഷ്ഡ് ദ ക്ലോത്ത്സ്. അവൾ വസ്ത്രം അലക്കിയിട്ടുണ്ട്. ഹി ഹാഡ് എ ഹെഡ് ഏക്ക്. അവനൊരു തലവേദന ഉണ്ടായിരുന്നു. ദേ ഹാഡ് എ പാർട്ടി ലാസ്റ്റ് നൈറ്റ്. കഴിഞ്ഞ രാത്രി അവർക്കൊരു പാർട്ടി ഉണ്ടായിരുന്നു. വി ഹാവ് ക്ലീൻ ദ ഹൗസ്. ഞങ്ങൾ വീട് വൃത്തിയാക്കിയിട്ടുണ്ട്. ഹി ഹാസ് ബ്രോക്കൺ ദ ഗ്ലാസ്. അവൻ ഗ്ലാസ് പൊട്ടിച്ചിട്ടുണ്ട്. ഷീ ഹാഡ് ബീൻ ക്രൈയിങ് ബിഫോർ വി കെയിം. നമ്മൾ അവിടെ എത്തുന്നതിന് മുമ്പേ അവൾ തുടർച്ചയായി കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. യു ഹാവ് ബീൻ വെരി കൈൻഡ്. നിങ്ങൾ വളരെ ഉദാരനാണ്. ദ മൂവി ഹാസ് സ്റ്റാർട്ടഡ്. സിനിമ തുടങ്ങിയിട്ടുണ്ട്. ഐ ഹാഡ് ബീൻ സ്റ്റഡിങ് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബിഫോർ 10 years എന്നൊക്കെ പറയാം. 10 വർഷം മുമ്പ് തുടർച്ചയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഏതായാലും പഠിക്കുന്നില്ല. നെക്സ്റ്റ്, വി ഹാവ് ട്രാവൽഡ് എ ലോട്ട്. നമ്മൾ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. ഷീ ഹാസ് ബീൻ വെരി ബിസി. അവൾ ഈയിടെയായിട്ട് വല്ലാതെ ബിസിയാണ്. നേരത്തെ തന്നെ ബിസിയാണ്, ഇപ്പോഴും ബിസിയാണ്. ഹി ഹാഡ് ബീൻ ലേറ്റ് അഗെയിൻ. അവൻ വീണ്ടും വൈകിയാണ്, അല്ലെങ്കിൽ വീണ്ടും അവൻ വൈകി വന്നിരുന്നു. കഴിഞ്ഞ പോയ സംഭവമാണ്. യു ഹാവ് ഇംപ്രൂവ്ഡ് എ ലോട്ട്. നിങ്ങൾ ഒരുപാട് പുരോഗതി പ്രാപിച്ചിട്ടുണ്ട്. ദേ ഹാഡ് എ വണ്ടർഫുൾ ടൈം. അവർ അതിമനോഹരമായ ഒരു സമയം അവർക്കുണ്ടായിരുന്നു. ഐ ഹാവ് ഓൾവേസ് ലവ്ഡ് ദിസ് പ്ലേസ്. ഞാൻ എല്ലായ്പ്പോഴും ഈ സ്ഥലം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഷി ഹാസ് ഡൺ ഹെർ ഹോംവർക്ക്. അവൾ അവളുടെ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഹാഡ് ബീൻ എ ലോങ് ജേണി. ഇതൊരു ദീർഘയാത്ര ആയിരുന്നു. ഹി ഹാസ് ബീൻ വർക്കിംഗ് ഫ്രം ഹോം. അവൻ കുറേ ആയിട്ട് വീട്ടിൽ നിന്നാണ് വർക്ക് ചെയ്യൽ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. വി ഹാഡ് നോ ഐഡിയ അബൌട്ട് ദ പ്ലാൻ. നമുക്ക് പ്ലാനിനെ കുറിച്ച് നമുക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. ഓക്കെ, ലെറ്റ്സ് ഫൈൻഡ് അപ്പ്. ഇതിൽ ശ്രദ്ധിക്കാനുള്ള ഒറ്റ സംഗതി, ഹാവ്, ഹാസ്, ഹാഡിൻ്റെ കൂടെയൊക്കെ വെർബിൻ്റെ മൂന്നാമത്തെ ഫോമാണ് യൂസ് ചെയ്യുക. പിന്നെ ഐ, യു, വി, ദേ, അയ്യോ ദേവി എന്നതിന് ഹാവ് ആണ് അതിൻ്റെ കൂടെ വരിക. ഹി, ഷീ, ഇറ്റ്, രാജു അതിൻ്റെ കൂടെ ഹാസ് ആണ് വരിക. അതേസമയം പാസ്റ്റ് ടെൻസിൽ പറയുമ്പം ഹാഡിൻ്റെ കൂടെ അങ്ങനെയൊന്നുമില്ല, ആർക്കും എപ്പോഴും വരാം. ഓക്കെ, ദെൻ സബ്ജക്റ്റ് പ്ലസ് ഹാവ് ഓർ ഹാസ് ഹാഡ് പ്ലസ് V3. ഇത് ഐ ഹാവ് അല്ല ഹി ഹാസ് ഗോൺ അല്ലെങ്കിൽ റീച്ച്ഡ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഉണ്ട്, പോയിട്ടുണ്ട്, കളിച്ചിട്ടുണ്ട് എന്നുള്ള അർത്ഥമാണ് കിട്ടുക. ഹാഡിൻ്റെ കൂടെയാണെങ്കിൽ കളിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള മീനിങ്ങും കിട്ടും. ഓക്കെ, ഫൈൻ, താങ്ക് യു.